ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മെഷീൻ എംബ്രോയിഡറിയെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സാധാ നോർമൽ മെഷീനിൽ നമുക്ക് എങ്ങനെ എംബ്രോയിഡറി ചെയ്യാന്നുള്ളത്. റണ്ണിങ് സ്റ്റിച്ചാണ് അതിലെ ആദ്യത്തെ സ്റ്റിച്ച്. അതിലെങ്ങനെ ഫ്ലവേഴ്സ് അടിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മാഗ്നറ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ സാധാ മെഷീന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫുഡിനെ അഴിച്ചു മാറ്റും. എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഈ നട്ട് ഇതിൽ തന്നെ ഇരുന്നോട്ടെ, ഇതിനെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബോബിൻ കേസിൽ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ റെഡ് ഫ്ലവറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോബിനിൽ സാധാ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് ചുറ്റുക. ഇതിന് വെള്ള നൂലുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്ന നൂല് ചുറ്റിയാലും മതി. എന്നിട്ട് ഇത് ഈ ബോബിനിൽ ചെറുതായി നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളതിന് മാതിരിയല്ല, ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക ഈ ബോബിന്. എന്നിട്ട് നമ്മളിതിൽ നൂലിടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിച്ച് റെഗുലേറ്റർ താഴത്തേക്ക് മുകളിലേക്ക് അല്ലാതെ സെൻറ്ററിൽ കറക്റ്റായി വയ്ക്കുക. അപ്പോഴാണ് ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നമ്മുടെ ആക്ഷനിലാണ് തുണി നീങ്ങേണ്ടത്. ഇങ്ങനെ സീറോയിൽ വയ്ക്കുക. ഇനി ഈ ഫീഡോഗ് അഴിച്ചെടുക്കണം. ഈ മിഷൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്ലേറ്റ് കിട്ടും എംബ്രോയിഡറി ഇടാൻ, അതുണ്ടെങ്കിൽ അതിട്ടാൽ മതി. അല്ലെങ്കിൽ ഈ പല്ല് ഫീഡോഗ് അഴിച്ചെടുക്കണം. എൻ്റെ മിഷനിൽ അത് എടുക്കാൻ കിട്ടണില്ല, നല്ല താന്നാണ് അതിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് എംബ്രോയിഡറി അടിക്കാൻ വേണ്ടി നല്ല താത്തിയാണ് അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് അഴിക്കുന്നില്ല. നിങ്ങളതുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റി വേണം എംബ്രോയിഡറി ചെയ്യാൻ. പിന്നെ ഇത് എംബ്രോയിഡറി നൂല് ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഈ സ്റ്റിക്കിലിട്ടിട്ട് നമ്മൾ മെഷീനിൽ വെച്ചിട്ട് കഴിയുമ്പോൾ നൂലിങ്ങനെ ഭയങ്കര നെയ്സാണത്. ഇത് അഴിഞ്ഞഴിഞ്ഞ് വീഴും. അപ്പോൾ ഇങ്ങനത്തെ താഴെ വീണ് പോകാതെ നിൽക്കുന്ന മാതിരി ഗ്ലാസ്സോ ഒരു ബൗളോ എടുത്ത് അതിൽ നൂലിട്ട് വേണം നമ്മൾ മെഷീനിൽ കോർക്കാൻ. ഇത് ടെൻഷൻ നല്ല ലൂസാക്കി ഇടണം. നമ്മൾ സാധാ സ്റ്റിച്ച് മാതിരിയല്ല, നല്ല ലൂസാണ് ഇപ്പോൾ ഇതിൽ ടെൻഷൻ. ഇത് അതിന് മാത്രം മെഷീൻ എംബ്രോയിഡറിക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ്. നല്ല ലൂസാക്കി ഇടുക. എന്നിട്ട് സാധാരണ നമ്മൾ നൂല് കോർക്കുന്ന മാതിരി തന്നെ ടെൻഷൻ ലൂസാക്കി നമ്മൾ സാധാരണ കോർക്കുന്ന പോലെ കോർക്കുക. മനസ്സിലല്ലോ, ഈ ഫീഡോഗും അഴിച്ച് വെക്കണം. അല്ലെങ്കിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ പ്ലേറ്റ് ഇടണം. ഇത് പൊന്തി നിൽക്കാൻ പാടില്ല. ഇതിപ്പോൾ താന്നാണ് നിൽക്കുന്നത്. ഇത് പൊന്തി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തുണി ഇഴകളിലെ പിടിച്ച് വലിച്ചിട്ട് കീറും. ഈ ടെൻഷൻ ലൂസാക്കി വിടുക. ഇനി നമ്മൾ ഫ്രെയിമിൽ വലിയ ഇതുള്ള സ്ക്രൂ ഉള്ള ഭാഗം വെച്ച് അതിൻ്റെ മുകളിൽ തുണി വെച്ച് അതിന് ശേഷം ഉള്ളിലത്തെ റിങ്ങിടുക. ഇത് ഹാൻഡ് എംബ്രോയിഡിങ് ആണെങ്കിൽ തിരിച്ചാണ് വെക്കേണ്ടത്. ഇത് താഴെ വരും, അത് മുകളിൽ വരും. മെഷീൻ എംബ്രോയിഡറി ആകാൻ ഇത് ഉള്ളിലേക്കാണ് വയ്ക്കുക, ഫ്രണ്ടിലേക്ക്. നല്ല വശത്താണ് ഉള്ളിൽ പോണ റിങ് ഇരിക്കേണ്ടത്. നല്ല ടൈറ്റാക്കി കൊടുക്കുക. ലൂസ് ഉണ്ടെങ്കിൽ തുണി ചുളിഞ്ഞിട്ട് ഡിസൈൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വലിഞ്ഞുകൊണ്ടേ ഇരിക്കും. കോട്ടൺ തുണിയിൽ ചെയ്യുക. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും കിട്ടില്ല. ഇത് ട്രേസിങ് പേപ്പർ വാങ്ങിച്ച് നമുക്ക് ഡിസൈന് കിട്ടും കടകളിൽ നല്ല ചുരിദാറിന് നെക്കിനൊക്കെയുള്ള ഡിസൈന് ചോദിച്ചു കഴിഞ്ഞാൽ തരും. അത് വാങ്ങി ട്രേസിങ് പേപ്പറിൽ വരച്ചിട്ട് കാർബൺ ഷീറ്റ് വെക്കുക. യെല്ലോ കാർബൺ കിട്ടും. നമ്മൾ സാധാരണ വെക്കുന്ന ബ്ലൂ പാടില്ല, അത് തുണിയിലൊക്കെ പരക്കും. യെല്ലോ വാങ്ങിയിട്ട് വേണം നമ്മൾ ട്രേസ് ചെയ്ത് അതിൽ വരച്ചെടുക്കാൻ.
എന്നിട്ട് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വരച്ചതിൽ കൂടെ അടിച്ചെടുക്കുക. നമ്മൾ എങ്ങനെയാണോ ഫ്ലവർ പെറ്റൽ വരച്ചിരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ പെറ്റലിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ സെൻറ്റർ ലൈൻ ഒന്ന് കൊടുത്ത് വയ്ക്കുക. ഇനി ഈ ഷേപ്പിൽ കൂടെ അടിച്ചെടുത്ത് നമ്മൾ ആ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. നമ്മൾ കയ്യിലാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ മെഷീനല്ല. നമ്മൾ ഫ്രെയിം എത്രത്തോളം സ്പീഡിൽ വരയ്ക്കണം അത്രത്തോളം ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറീസാണ്. ഈ റാനോ മെഷീനുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വരില്ല. അങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങണമെങ്കിൽ ഒരുപാട് റേറ്റാണ്. ഇവിടെ തുണി കാണാതെ അടുപ്പിച്ച് വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാൻ. ഈ പെറ്റലിടാം. പിടുത്തുണ്ട്. നമ്മൾ ഫ്ലവർ അടിച്ചു കഴിഞ്ഞു. ഈ നൂലിനെ മാറ്റിയിട്ട് നമുക്ക് ലീഫിൻ്റെ കളർ നൂലിടാം. ഈ ഗ്രീന് പല കളർ ലൈറ്റ് ഗ്രീനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ കളർ എനിക്ക് കിട്ടിയുള്ളൂ. ലീഫിൻ്റെ കളർ തന്നെ ഗ്രീന് കിട്ടും ഈ നൂല്. നൂല് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഡോൾ കമ്മിയുടെ നൂലാണ്. കുഴപ്പമില്ലാതെ അധികം പൊട്ടാതെ കിട്ടും. എംബ്രോയിഡറി നൂല് വില കമ്മിയാണ്.
നൂല് വേഗം വേഗം പൊട്ടും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നൂല് പൊട്ടാതെ അടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു റഫായിട്ടൊരു തുണിയിൽ ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചത് പോലെ ലീഫുകളും ഫ്ലവറും വലിച്ച് അരച്ച് അടിക്കുക. പ്രാക്ടീസ് ആയതിനു ശേഷം നമുക്ക് എംബ്രോയ്ഡറി ചുരിദാറിലോ സാരിയിലോ ഒക്കെ ചെയ്യാം. നമ്മുടെ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറിയാണ്. ഈ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചാലാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചും നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. ഇനി നമ്മൾ ലീഫിൽ വരച്ചിരിക്കുന്ന ഷേപ്പും അടിച്ചെടുക്കുക. ഈ ലീഫിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ അടിച്ചെടുക്കുക. സ്റ്റം അടിച്ചത് നമ്മൾ അടിച്ച് ലീഫിൻ്റെ സ്റ്റമ്മിനെ അടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ലീഫിൻ്റെ ഷേപ്പിൽ അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ലൈനാണ് അടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ അടിച്ച് നമ്മൾ ഫില്ലാക്കി എടുക്കും. ഇനി അതുപോലെ ഈ സൈഡും അടിച്ചെടുക്കുക. ഈ അടിക്കുമ്പോൾ തന്നെ നമ്മൾ അടുപ്പിച്ച് അടിച്ചെടുക്കണം. ഇങ്ങനെ നൂല് നിൽക്കണതിനൊക്കെ കട്ട് ചെയ്ത് വിടുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അടി വിടുമ്പോൾ അത് എടുത്ത് മാറ്റാൻ പറ്റില്ല, ഷേപ്പ് മാറിപ്പോകും. നമ്മൾ വീണ്ടും തിരിച്ച് വരരുത്. കട്ടി ഇല്ലാതായതുകൊണ്ട് ഞാൻ വന്നതാണ് അങ്ങനെ ബാക്കിലേക്ക്. നമ്മൾ ലീഫും എന്തൊരു സാധനം അടിക്കുമ്പോൾ ആ ഷേപ്പ് എങ്ങനെയാണോ അതിനെ അടുപ്പിച്ച് നമ്മൾ കൊടുക്കുക. അതിൻ്റെ മുകളിൽ അടിക്കരുത്, അതൊരു വൃത്തികേടായിട്ടുണ്ടാവും. ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിൻ്റെ അടുത്ത് കൂടെ വേറെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
ഇങ്ങനെ തന്നെ അടിക്കുക. നമ്മൾ എങ്ങനെയാണോ പെറ്റൽ വരയ്ക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെയാണോ പെറ്റൽ വരച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ അടിച്ചെടുക്കണം. ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പെറ്റലിൻ്റെ ഭംഗി ഉണ്ടാവില്ല. സെൻറ്ററിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. മഞ്ഞ നൂലുണ്ടെങ്കിൽ മഞ്ഞയാണ് ചെയ്യുന്നത് നന്നായി ഉണ്ടാവുക. എൻ്റെ അടുത്ത് മഞ്ഞ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കാപ്പി കളർ നൂലിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അത് നമ്മൾ ഈ റൗണ്ടല്ലേ വരച്ചിരിക്കുന്നത്, അപ്പോൾ ആ റൗണ്ടുമായി തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് സ്റ്റെം അടിക്കുക. സ്റ്റെം നമ്മൾ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെ അടിച്ചെടുക്കുക. ലീഫിന് നമുക്ക് സ്റ്റെം വരച്ച് കൊടുക്കാം. ഇങ്ങനെ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് ഇടണം. ഇന്ന് നമ്മൾ സാധാ മെഷീനിലെ എംബ്രോയ്ഡറിയെ പറ്റിയാണ് മനസ്സിലാക്കിയത്. ഇതിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.